Assalamu alaikum. Hi all. Welcome back to One Day One Snack with Maimun's Kitchen. Ramadan special episode number 24. ഇന്ന് ഞാൻ ഇവിടെ ഷവർമയാണ് കാണിക്കുന്നത്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നല്ലേ ഷവർമ. അപ്പോൾ പൊതുവേ നമ്മൾ ഷോപ്പുകളിൽ പല വെറൈറ്റീസ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ഷവർമ, സ്പൈസി ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ബീഫ് ചിക്കൻ വെച്ചിട്ടുള്ള ഷവർമയൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ മൈമൂൺ സ്പെഷ്യൽ ഷവർമയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ആദ്യം കുബ്ബൂസിന് വേണ്ടിയുള്ള മാവ് ഉണ്ടാക്കാം. അതിനായി 1 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുഴഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ അത്ര ടൈറ്റും ആവരുത്. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. അതിനിടയ്ക്ക് ഞാനിപ്പോൾ ഒരു ഹാഫ് അവറിന് ശേഷം ഒന്ന് മാവ് നോക്കി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി സോഫ്റ്റൻ ചെയ്ത ശേഷം നമുക്കിത് കുറച്ച് സമയം കൂടെ അടച്ചു വെക്കാം. ഈ സമയം നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 2 കപ്പ് ചിക്കൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ കൈകൊണ്ട് ചെറിയ പീസാക്കിയെടുക്കാം. ഇനി അത് ഫ്രൈ ചെയ്യാനുള്ളതാണ് കേട്ടോ. അതുപോലെ വെജിറ്റബിൾസ് ആയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം, കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ 2 കളറിലുള്ള ക്യാബേജ്, 2-3 ലീവ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, പുതിനയില, ഇവയൊക്കെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം, സവാള എന്നിവ നീളത്തിൽ നേർമയായി സ്ലൈസ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതൊക്കെ ചോപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. ഓക്കെ, തക്കാളി ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടില്ല. ആ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങും. ആ സെയിം വെജിറ്റബിൾസ് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ചിക്കൻ ഒരുപാടൊന്ന് മൊരിഞ്ഞ അങ്ങനെ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. എല്ലാം നന്നായി കോട്ടായി കിട്ടിയാൽ നമുക്ക് ഇതൊന്ന് സൈഡാക്കി വെച്ച് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം നന്നായി ഒന്ന് റോസ്റ്റ് ആക്കിയെടുക്കാം. ഇതിനെ മാറ്റി വെക്കാം. ഇനി കുബ്ബൂസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ കുഴച്ച മാവിൽ നിന്നും ഇതുപോലെ 4 ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബോൾ എടുത്ത് ചെറുതായി ഇതുപോലെ പരത്തിയെടുക്കണം. നമ്മുടെ ചപ്പാത്തിയുടെ വലുപ്പത്തിൽ തന്നെ ഇത് പരത്തിയെടുക്കാം. അധികം തിന്നായി പോവരുത്, ഒരുവിധം തിക്നെസ്സിൽ ഇത് പരത്തിയെടുക്കണം. ഇനി പരത്തിയതിനു ശേഷം ഓരോന്നായി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു തവയിലേക്ക് ഇതിട്ട് കൊടുത്തു. ഒരു ഭാഗം ചെറുതായി ഒന്ന് വാടി വന്നാൽ നമുക്ക് അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി പൊങ്ങി വന്നതുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗവും ചുറ്റിച്ചെടുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിങ്ങനെ നോൺ സ്റ്റിക്ക് പാനിലല്ലാതെ ഓവണിലും ഒന്ന് ചെയ്തു നോക്കി. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ പരത്തിയെടുത്ത് ഓവൻ ട്രേയിൽ വെച്ചിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ 180 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കി. നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുബ്ബൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ 2 ടൈപ്പിലൊന്ന് ഷവർമ റോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഉൾഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുത്ത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ സൈഡൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഉള്ളിലേക്ക് മസാലാസൊക്കെ ഫിൽ ചെയ്ത് കൊടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുബ്ബൂസിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കിയാൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ സോട്ട് ചെയ്തിട്ടുള്ള ആ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. കുക്കുംബർ, ക്യാപ്സിക്കം, തക്കാളി, കുറച്ച് ഒണിയൻ, ക്യാരറ്റ്, മല്ലിയില, കുറച്ച് ക്യാബേജ്, 2 ക്യാബേജും കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്കിനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ റോൾ ചെയ്ത ശേഷം ഒരു ബട്ടർ പേപ്പറിൽ നമുക്കിത് കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കുബൂസിൻ്റെ പുറമേ തന്നെ എല്ലാ ഫില്ലിങ്ങും വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ പുറം ഭാഗത്ത് 2 ടേബിൾ സ്പൂൺ മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലായിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ, റോസ്റ്റ് ചെയ്ത വെജിറ്റബിൾസ്, അല്ലാതെയുള്ള സ്ലൈസ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നും ഇതിന് മുകളിൽ നീളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ വെച്ച ശേഷം കുറച്ച് മയണൈസ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഒക്കെ റോൾ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഷവർമ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഷവർമയും നമുക്ക് റോൾ ചെയ്തെടുത്ത് വെക്കാം. ഞാനിപ്പോൾ കുബൂസിനായിട്ട് എടുത്തിട്ടുള്ള മാവിൻ്റെ അളവിൽ 4 ഷവർമ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമയാണിത്. വീഡിയോ കണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ പുതിയതായി വീഡിയോസുമായി വരുന്നത് വരെയും ബൈ.